നീ വന്നോ? വന്നിട്ട് ഇവിടെ ഇരിക്കുവാണോ? ഞാനിവിടെ മടുത്തിട്ട് ഇരുന്ന് പോയതാ. ചേച്ചി ചായയോ എന്തെങ്കിലും കഴിക്കാനോ എടുക്കുവോ? ഭയങ്കര ക്ഷീണം, വിശന്നിട്ടും വയ്യ. നീ ആദ്യം പോയിട്ട് കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വായോ. എന്നിട്ട് എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കഴിക്കാം. ഓടിച്ചില്ലേ? ചേച്ചി ഞാൻ കഴിച്ചിട്ട് കഴുകിക്കോളാം. എനിക്കിപ്പോ എന്തെങ്കിലും കഴിക്കാനൊന്ന്. എന്നിട്ട് കഴുകിയാ പോരെ? ധന്യ, കഴിഞ്ഞ മാസം 2 തവണയാണ് നിനക്ക് പനിയും സുഖവും ഇല്ലാണ്ടും ഒക്കെ ആയത്. നീ ആരോഗ്യകാര്യം നല്ലോണം ശ്രദ്ധിച്ചേ. തുടങ്ങി. നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. നീ ആ ഓഫീസിലും പോയി, പിന്നെ മടുത്ത് എങ്ങനെ ബസ്സിലും തിക്കി തിരക്കിയൊക്കെ വന്നതാ. പോയിട്ട് നീ ആദ്യം കൈ മുഖം വൃത്തിക്ക് കഴുകുക. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഓരോരോ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം ആരോഗ്യകാര്യം നല്ല വൃത്തിക്ക് നോക്കാൻ നോക്ക്. ഓ, മതി, ഞാൻ ഏറ്റു പോവുക. ഇങ്ങനെ ഒരു മടിച്ചിക്കോതാ. ചേച്ചിയുടെ പേരെ ഞാൻ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് വിചാരിക്കുക. ചേച്ചിക്ക് ഒരു കുടുംബമൊക്കെ വേണ്ടേ? ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാ ജീവിക്കുന്നേ? അതെന്താ, എനിക്കിപ്പോ കുടുംബം ഇല്ലേ? പിന്നെ നിങ്ങളൊക്കെ ആരാ എന്റെ? ഏ എനിക്ക് ഈ കുടുംബം മതി. വേറൊരു കുടുംബം ഒന്നും ഉണ്ടാക്കാൻ തൽക്കാലം എന്റെ മോള് ശ്രമിക്കണ്ട കേട്ടോ. ഞാൻ ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു കുടുംബം വേണം എന്നാണ് പറഞ്ഞത്. ഏ ചേച്ചി ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരിയാവില്ല. നാട്ടുകാരൊക്കെ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ചേട്ടനും നല്ല നാണക്കേടുണ്ട്. ആകപ്പാടെ ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ. അതിന്റെ കല്യാണം ഇത്രയും പ്രായമായിട്ട് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏതായാലും ചേട്ടൻ നല്ലൊരു ജോലിയുണ്ട്. കല്യാണമൊക്കെ അന്തസ്സായിട്ട് നടത്താനും പറ്റും. ചേച്ചി ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഞങ്ങളോട് ഇതാ ചോദിക്കുന്നത്. അവരെന്താ വിചാരിക്കുന്നത്? ഞങ്ങളായിട്ടാണ് ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തരാത്തതെന്നല്ലേ വിചാരിക്കുള്ളൂ. അത് മാത്രമല്ല, അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ. നാട്ടുകാരോട് ഓരോന്ന് പറയേണ്ടത് ഞങ്ങളാ. ചേച്ചിയോട് ആരും ഒന്നും ചോദിക്കൂല. അതുകൊണ്ട് ചേച്ചി എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ല തന്നെ, എന്റെ കാര്യം നോക്കുന്നത് നാട്ടുകാരാണോ? ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നാട്ടുകാർക്ക് എന്താ കുഴപ്പം? നീ എന്താ നാട്ടുകാർ പറയുന്നതൊക്കെ കേൾക്കുന്നത്? നല്ല മറുപടി തിരിച്ചു പറയണോ അന്നേരം? അതും കേട്ടോണ്ടിരിക്കാതെ. എനിക്ക് നാട്ടുകാരല്ല ചെലവിന് തരുന്നത് കേട്ടോ. എനിക്ക് നാട്ടുകാർ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ കല്യാണം കഴിക്കുന്നുമില്ല. ഇനി മാട്രിമോണിയിൽ കൊടുക്കുകയും അവരോട് ഇവരോടും ചോദിക്കുകയോ ഒന്നും ചെയ്യണ്ട. എനിക്ക് എന്തായാലും കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. എടി, എന്താടി ഇവിടെ? ഇത് കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. എന്റെ അമ്മ ഇവക്കിപ്പോ എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്, മാട്രിമോണിയിൽ എന്റെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടുകാരൊക്കെ ഇവരോട് ചോദിക്കുവാന്നും ഇവർക്ക് എന്തോ നാണക്കേടാന്നൊക്കെ പറയുന്നത്. നാട്ടുകാരാണ് എന്റെ കാര്യം തീരുമാനിക്കുന്നത്. നാട്ടുകാർ പറയുമ്പോൾ ഞാൻ അപ്പൊ പോയി കല്യാണം കഴിക്കണോ? അത് പിന്നെ അവള് പറയുന്നതിലും കാര്യമില്ലേ? നീ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ലേ? പ്രായം എത്രയായി? ഈ അമ്മയാന്നും പറഞ്ഞ് ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ? നിന്റെ ഒരേ ഒരു ആങ്ങളെയാണ് അവൻ. അപ്പൊ ഒരു പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് അവന്റെ ഒരു ചുമതലയും കൂടി അത്. അപ്പൊ മറ്റുള്ളവർ ചോദിക്കുമ്പോ അവൻ എന്ത് ഉത്തരം പറയും? ഇവളാണെങ്കിലും നിന്റെ നാത്തൂനാണ്. ഇവളോടും ആൾക്കാർ ചോദിക്കൂലേ? അപ്പൊ അവർക്കൊരു ഉത്തരം ഉണ്ടാവൂലേ പറയാൻ വേണ്ടിട്ട്. ആ ഒരു വിഷമത്തിൽ അവള് പറയുന്നല്ലേ. മോളുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റ്. ഇനി ഒട്ടും വൈകിട്ടില്ല മോളെ. ഓ, അമ്മയെ തുടങ്ങിയോ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട്? ഞാനേ അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടല്ലേ അമ്മ ജീവിക്കുന്നത്. ഞാനൊരു പണിയെടുക്കാതെ ഇവിടെ കുത്തിയിരിക്കുവല്ലോ. ഞാൻ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നില്ല, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. എന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടുന്നുണ്ടോ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നടത്തുന്നത്. പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആർക്കും ഒരു ബാധ്യതയായിട്ടൊന്നും അല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. എന്റെ പൊന്നു മോളെ, നിങ്ങളുടെ കല്യാണത്തിന് മുമ്പേ ഞാൻ അവളോട് പറയുന്നതാ. എത്രയെത്ര നല്ല ആലോചന വന്നതാണെന്നറിയാമോ? അവളൊന്ന് സമ്മതിക്കണ്ടേ? അവനും വലിയ ആഗ്രഹമായിരുന്നു അവന്റെ കല്യാണത്തിന് മുമ്പേ പെങ്ങള് കല്യാണം കഴിച്ച് കാണണമെന്ന്. പക്ഷെ ഒരു തരത്തിലും അവളെ സമ്മതിക്കുകയില്ല. ഇപ്പൊ പ്രായം എത്രയായി? 38 വയസ്സ് കഴിഞ്ഞില്ലേ? അതിനമ്മേ അത്രയും വയസ്സായെന്ന് പറഞ്ഞിട്ട് എന്താ? കല്യാണമൊക്കെ നടക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങളെ കിട്ടാനില്ലാത്തൊരു കാലമാണ്. അപ്പൊ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നല്ലൊരു ജോലിയും ചെയ്യുന്നുണ്ട്. ആ ചേച്ചിക്കാണോ കല്യാണം നടക്കാനൊരു ബുദ്ധിമുട്ട്? എന്തായാലും കല്യാണമൊക്കെ നടക്കും. ചേച്ചി ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. നല്ല ചെറുക്കനെ ഞങ്ങൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി കണ്ടെത്താതിരിക്കുവോ? കാര്യം ശരിയാ മോളെ, പക്ഷെ അവള് സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല. സമ്മതിക്കുക കാര്യം ഉറപ്പാ. ഞാൻ എന്തുമാത്രം കരഞ്ഞും പറഞ്ഞും പട്ടിണി വരെ ഞാൻ കിടന്നിട്ടുണ്ട്. പക്ഷെ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാനും പറയാതെയായി. അപ്പൊ ആ സാധനം എന്തായാലും ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പോവില്ല. ബാക്കിയുള്ളവരെ ഭരിച്ചിങ്ങനെ പുറകെ തന്നെ നടക്കും. ഇവിടുത്തെ രാജ്ഞിയല്ലേ രാജ്ഞി. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്പൊ എന്താ ചെയ്യ? അതെ, നമുക്ക് എവിടെയെങ്കിലും ഒരു ടൂർ പോയാലോ? ഒരു 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു ട്രിപ്പ്. ഒരു ഹണിമൂൺ ട്രിപ്പ് അത് കൂട്ടിക്കോ. നമ്മൾ അങ്ങനെ എവിടെയും ദൂരേക്കൊന്നും പോയിട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാലോ? എടി, 2-3 ദിവസത്തെ ട്രിപ്പിനൊക്കെ പോകണോ? നമുക്ക് പുറത്ത് പോയി ഒരു സിനിമയെല്ലാം കണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നാൽ പോരെ? ഓ, എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒന്നും മനസ്സിലാകാത്ത പൊട്ടിയൊന്നുമല്ല. നിങ്ങൾ എവിടെയും പോകൂലെന്ന്. നിങ്ങളുടെ പെങ്ങളിവിടെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഭാര്യയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടൊരു മടി.
ഇനി ഭാര്യേനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പെങ്ങൾക്ക് വിഷമാകുമോ, അവളെ കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ, അവക്കൊരു ജീവിതം ഇല്ലല്ലോ എന്ന്. സാധനം കെട്ടാച്ചരക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, കല്യാണത്തിനൊട്ട് സമ്മതിക്കുകയില്ല, ബാക്കിയുള്ളവനെ ഒന്നും ജീവിക്കാൻ വിടുകയില്ല. എടി അതിന് ചേച്ചി എന്നാ ചെയ്തേ? അവരൊന്നും ചെയ്യണ്ടല്ലോ. നിങ്ങൾ പെങ്ങളെ ഓർത്തിട്ടില്ല എന്നെ എവിടെയും കൊണ്ടുപോകാത്തത്. അതല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോണെങ്കിൽ പെങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. എനിക്ക് എന്റേതായ ഒരു പ്രൈവസി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കൂലേ? എന്റെ ഭർത്താവിനോട് ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ദൈവമേ, ആ ദോശയ്ക്കുള്ള പയറുകറി നീ ഒന്നും തൊട്ട് പോലും ഇല്ലല്ലോ എന്റെ ദിവ്യെ. നീ എന്തൊക്കെ പയറൊക്കെ കഴിക്കാത്തെ? ഓ, എനിക്ക് ഈ പയറൊന്നും വലിയ ഇഷ്ടമില്ല ചേച്ചി, പ്രത്യേകിച്ച് ചെറുപയർ എനിക്ക് ഇഷ്ടമല്ല. ആ, വെറുതെ അല്ല നീ ഇങ്ങനെ വാടിയിരിക്കുന്നത്. പയറൊക്കെ നല്ല വിറ്റാമിൻ ഉള്ള സാധനം, അതൊക്കെ നന്നായിട്ട് കഴിക്കണം. പയറിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാമോ? നല്ല ഒന്നാമതിന് ചെറുപയറൊക്കെ ഇപ്പൊ എന്താ വില? അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കണം. അങ്ങനെ ഇഷ്ടക്കേട് നോക്കിയിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? ഈ മരുന്ന് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണോ? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് ചില സാധനങ്ങൾ, അതൊക്കെ നിത്യജീവിതത്തിൽ കഴിക്കേണ്ട സാധനങ്ങളാണ്. അതവിടെ തിരിഞ്ഞ് മാറ്റി വെച്ചു. നിന്റെ ഫ്രണ്ട്സ് എത്ര മണിക്കാ വരുന്ന കൊച്ചേ? അവരൊരു ഉച്ചയാകുമ്പത്തേക്ക് എത്തുമായിരിക്കും. ആണോ? കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ കുത്തി തീറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. ഒരു സാധനം ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിക്കൂടാ. അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കഴിക്കണം. വൈറ്റമിൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മിനറൽ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് കഴിപ്പിച്ചോളൂ. ഇവരാരെന്ന് ഇവരുടെ വിചാരം? മോളെ, ഫ്രണ്ട്സൊക്കെ പോയിട്ട് വിളിച്ചായിരുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇഷ്ടപ്പെട്ട പോലും? എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു വെപ്രാളമായിരുന്നു. ഒക്കെ എല്ലാവരും വലിയ വലിയ വീട്ടിലെ കുട്ടികളല്ലേ, അപ്പൊ നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ചായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഓർത്ത് അമ്മയ്ക്ക് ടെൻഷനായിരുന്നു. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എന്താ മോളെ ഒരു വിഷമം പോലെ? അമ്മേ, ഭക്ഷണമോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പം മൊത്തം ചേച്ചിയാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ചേച്ചിയുടെ കാര്യമാണ്. ചേച്ചിനെ എന്തുകൊണ്ടാണ് കല്യാണം കഴിപ്പിച്ച് വിടാത്തത്? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊക്കെ ഒരുപാട് നൂറ് ചോദ്യങ്ങളാണ്. ഈ ചേച്ചിയോട് ഇന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ചേച്ചി കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? എനിക്കാണെങ്കിൽ അവരുടെ മുമ്പിൽ അങ്ങ് നാണക്കേടായിപ്പോയി അവരുടെ ഓരോരോ ചോദ്യം കേട്ടപ്പോ. അല്ല, നിന്റെ ഫ്രണ്ട്സ് വന്നപ്പോ നിനക്ക് എന്ത് നാണക്കേടുണ്ടായെന്നാ നീ പറഞ്ഞത്? നിന്റെ ഫ്രണ്ട്സ് വരുമ്പോ ഞാൻ മോശം വസ്ത്രമൊന്നും ഇട്ടിട്ട് ഇവിടെ നിൽക്കുമായിരുന്നില്ലല്ലോ. രാവിലെ 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയതാ നിന്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ ഹോട്ടലിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, നിനക്കൊരു നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നിനക്ക് എന്ത് നാണക്കേടാ ഞാൻ വരുത്തി വെച്ചെന്നാ മോളെ നീ പറയുന്നത്? അതെ, എനിക്കും എന്റെ ഭർത്താവിനും കുറച്ചിൽ തന്നെയാണ്. ഭർത്താവിന്റെ പെങ്ങൾക്ക് 10-38 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കുറച്ചിൽ തന്നെയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ എല്ലാരും ചോദിക്കുന്നത് ഈ കല്യാണം കഴിക്കാത്തത് കൊണ്ട്. ഇപ്പം ഓരോരുത്തർക്കും ഓരോരോ വിചാരങ്ങളാണല്ലോ. ഇതൊക്കെ ഞങ്ങളെ മോശമായിട്ട് തന്നെയാണ് ഭാവിയിൽ ബാധിക്കാൻ പോകുന്നത്. ഒരു പെങ്ങള് കെട്ടാണ്ടിങ്ങനെ വീട്ടിൽ നിൽക്കാന്ന് പറയുമ്പം അതിന്റെ ബുദ്ധിമുട്ട് കുറച്ച് കുഴപ്പം തന്നെയാണ്. എന്നോട് കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ഉള്ളില് ഞാൻ കാരണം ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് നാണക്കേട് മാത്രമല്ല, ഞാനെന്തോ ബാധ്യതയാന്നുള്ളൊരു തോന്നലും കൂടിയാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അത്രയും ബാധ്യതയാണെങ്കിൽ ഞാൻ വല്ല ഹോസ്റ്റലിലോട്ടോ മറ്റോ മാറാം. അപ്പൊ പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്നോണ്ടല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ വിചാരിച്ചത് ഞാൻ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ നിങ്ങൾ പറയുന്നതെന്ന്. പക്ഷെ അതൊന്നുമല്ല, ഇവർക്ക് ഞാൻ ബാധ്യതയാമേ. അങ്ങനെയാകുമ്പോ ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലത്. ഇഷ്ടംപോലെ ലേഡീസ് ഹോസ്റ്റലൊക്കെ ഉണ്ടല്ലോ, അതിലെവിടെയെങ്കിലും പോയി ഞാൻ താമസിച്ചോളാം. ഏതായാലും ഇവിടുന്ന് മാറിക്കൊടുക്കാം, ഇവര് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഓ, ഇനി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്കോ, അത് തന്നെയാ നല്ലത്. എന്നാലും ഇത്രയൊന്നും പറയണ്ടായിരുന്നു മോളെ. അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചിട്ട് ഇന്ന് വരെ അവള് പുറത്തൊരു പണിക്കും എന്നെ വിട്ടിട്ടില്ല. അവൾ ഒറ്റയ്ക്കാണ് ഈ കുടുംബം മുഴുവനും നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ ആങ്ങളേനെ പഠിപ്പിച്ച് ജോലിക്കാരനും ആക്കി. 1 വർഷം മുമ്പ് അവന്റെ കല്യാണം അവള് തന്നെയാ നടത്തിയത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ മരിച്ച പിന്നെ ആ ഒരു കുറവ് അവൾ അറിയിച്ചിട്ടില്ല ഈ കുടുംബത്തെ. അങ്ങനെ കുടുംബം കൈവെള്ളെ കൊണ്ടു നടന്ന എന്റെ മോള് കുടുംബത്തെ ഓർത്ത് മനസ്സ് വിങ്ങിയിട്ടാ അവള് ഇവരെ കല്യാണം പോലും കഴിക്കാതിരുന്നത് മോളെ. കുടുംബം അനാഥമായി പോകുമെന്ന് പേടിച്ചിട്ടാ. എന്റെ അമ്മയെ ചേച്ചി കുടുംബം നോക്കിയ കാര്യമൊക്കെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ചേച്ചിക്ക് കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിക്കുന്നേ? മോളെ, ഞാനൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പയ്യന് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നേ അവളുടെ അടുത്ത്. എന്നിട്ട് ചേച്ചിക്ക് അയാളോട് തിരിച്ച് അങ്ങോട്ട് ഇഷ്ടം ഉണ്ടായിരുന്നോ? അവൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലെന്നോ അവൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്റെ മോക്ക് അവനെ എത്രത്തോളം ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ആകെ അങ്ങ് തകർന്നു പോയി മോളെ. ആങ്ങളയുടെ പഠിപ്പ് മുടങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ടാ എന്റെ മോള്
അവരോടുള്ള ഇഷ്ടം തുറന്നു പറയാതിരുന്നത്. പാവം, അവളെ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ എങ്ങനെ നിർബന്ധിക്കും കല്യാണത്തിന് വേണ്ടിയിട്ട്? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, മോള് നിർബന്ധിക്കണ്ട. സോറി അമ്മേ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനി ഞാൻ ചേച്ചിയോട് കല്യാണം കഴിക്കാനൊന്നും പറയുന്നില്ല. സോറി പറയാം.